നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന രീതിയിലൊരു വാർത്ത, അത്തരമൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. ചില മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇറാനിലെ ചില പ്ലാറ്റ്ഫോമുകളും ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ചിലർ പറഞ്ഞത് ഇറാന്റെ മിസൈൽ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ പതിച്ചു എന്നാണ്. അതുകൊണ്ട് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇസ്രയേലി സർക്കാർ പറയുന്നത് ഇത് പൂർണ്ണമായും ഒരു വ്യാജ വാർത്തയാണ് എന്നാണ്. ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ഇറാനിലെ വാർത്താ ഏജൻസി ആയിട്ടുള്ള ഫാർസ് ന്യൂസ് ഏജൻസിയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഖൈബർ എന്ന് പറയുന്ന ഒരു മിസൈലാണ് നെതന്യാഹുവിൻ്റെ ഓഫീസിൽ പതിച്ചത് എന്നാണ്. ഖൈബർ മിസൈൽ, അതായത് ഇറാൻ വികസിപ്പിച്ച ഒരു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഈ ഖൈബർ മിസൈൽ എന്ന് പറയുന്നത്. ഈ മിസൈലിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അതായത് 2000 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട്. വലിയ രീതിയിലുള്ള ആൾനാശം വരുത്താനും ഇതിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വാർഹെഡാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും വലിയൊരു ഭീഷണിയായിട്ട് തന്നെയാണ് കാണുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേൽ. ഈ വാർത്ത പ്രചരിച്ചതോടുകൂടി തന്നെ ഇസ്രായേലി അധികാരികൾ ഉടൻ ഇതിന് പ്രതികരണവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അവർ പറഞ്ഞത് നെതന്യാഹു മരിച്ചിട്ടില്ല, ഈ വാർത്ത പൂർണ്ണമായും ഫേക്ക് ന്യൂസ് ആണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാന സംഭവവും നടന്നിട്ടുണ്ട്. ഇസ്രായേലി സർക്കാർ പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇറാനിലെ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ഭരണകൂടം ദുർബലമാകുകയാണ് എന്നും അവിടെ പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികൾ അടുത്തു വരികയാണ് എന്നുമാണ് ഈ വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറയുന്നത്. അതായത് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്ന് വ്യക്തമാകുകയാണ് ഇതിലൂടെ. അതേസമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മറ്റൊരു വാർത്തയും പ്രചരിക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ സഹോദരൻ ഇഡോ നെതന്യാഹു ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന രീതിയിലും ചില പോസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു വാർത്തയും ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ ഇത്തരം വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരാൻ ചിലപ്പോൾ വൈകുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. മറ്റൊരു വാർത്ത ഇറാനിൽ നിന്നാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന, അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മസൂദ് പെഷസ്കിയൻ, അതായത് ഇറാൻ്റെ പ്രസിഡന്റ്, ഇപ്പോൾ ഒരു പ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ 3 പ്രധാന നിബന്ധനകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ആ 3 നിബന്ധനകൾ? അമേരിക്കയും ഇസ്രായേലും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ അവകാശം അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറാൻ ഒരു അംഗരാജ്യമാണ്. ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന അന്താരാഷ്ട്ര കരാറിൻ്റെ ഈ കരാർ അനുസരിച്ച് സമാധാന ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ആണവ ഇന്ധനം എൻറിച്ച്മെൻറ്റ് ചെയ്യാനുള്ള അവകാശം രാജ്യങ്ങൾക്കുണ്ടെന്നാണ് ഇറാൻ്റെ വാദം. അതുകൊണ്ട് ഈ അവകാശം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധേയമാണ്. റിപ്പോർട്ട് പ്രകാരം ഇറാൻ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ നഗരങ്ങളിൽ, അതായത് ഇറാൻ്റെ നഗരങ്ങളിൽ നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ യുദ്ധത്തിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇറാൻ പറയുന്നത്. മൂന്നാമത്തെ നിബന്ധനയായിട്ട് ഇറാൻ പറയുന്നത് ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പും ഇറാന് നൽകണമെന്നാണ് ഈ ഒരു 3 നിബന്ധനകളിൽ ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇറാൻ ആവശ്യപ്പെടുന്നത് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഉറപ്പ്, അതായത് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി ആയിരിക്കണം ഇറാന് കിട്ടേണ്ടത്. എന്നാൽ ഇറാൻ്റെ ഇത്തരം നിലപാടുകളോട് അമേരിക്കൻ ഭരണകൂടവും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി നിയന്ത്രിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ്. അമേരിക്കയുടെ പ്രധാന ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഇറാൻ ഭാവിയിൽ ആണവായുധം നിർമ്മിച്ചേക്കുമോ എന്നുള്ള ആശങ്കയാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ഇസ്രായേലിൻ്റെ നിലപാട്, ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇറാൻ്റെ മിസൈൽ പദ്ധതികളും ആണവ പദ്ധതികളും മിഡിൽ ഈസ്റ്റിൽ വലിയ സുരക്ഷാ ഭീഷണിയാണെന്നാണ്
അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതികളെ പൂർണ്ണമായും നിയന്ത്രിക്കണമെന്നുമാണ് ഇസ്രയേൽ നിലപാടെടുക്കുന്നത്. ഇനി എന്തും സംഭവിക്കാം. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇറാൻ ഈ 3 നിബന്ധനകളും അമേരിക്കയോ ഇസ്രയേലോ അംഗീകരിക്കുമോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അതുകൊണ്ട് ഈ ഒരു യുദ്ധം ഉടൻ അവസാനിക്കുമോ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലേ വ്യക്തമാകുകയുള്ളൂ.